നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരും. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMR നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി യോഗത്തിൽ തീരുമാനം. പഴുതടച്ച അന്വേഷണം നടത്താൻ ഇഡി ഡയറക്ടറുടെ നിർദ്ദേശം. വീണയല്ല, പിണറായിയാണ് യഥാർത്ഥ പ്രതിയെന്നും ഷോൺ ജോർജ്. പിണറായിയോ വീണയോ പ്രതിയായി ഇഡിക്ക് മുന്നിൽ ഒരു കേസുണ്ടോ എന്ന് AK ബാലൻ. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളുടെ പുനരധിവാസത്തിൽ സമവായമാകുന്നു. നിലവിലുള്ള സ്ഥലത്ത് കുടുംബങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് സർക്കാർ. കുടുംബങ്ങൾക്ക് സർക്കാർ വീട് വെച്ച് നൽകുമെന്ന് മന്ത്രി റോജി M. ജോൺ. സർക്കാർ നിർദ്ദേശം ആലോചിച്ചറിയിക്കാമെന്ന് ഭൂവുടമയും സമരസമിതിയും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തൃശൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കനത്ത മഴയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ടൗണിൽ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടി വിട്ടു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അണ്ണാമലൈ. നല്ല മാറ്റം പ്രതീക്ഷിച്ച് BJPയിലെത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ലെന്ന് അണ്ണാമലൈ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം വേണമെന്നും മുൻ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യം. കോടതി മേൽനോട്ടത്തിൽ SIT പുനരന്വേഷിക്കണമെന്നും അതിജീവിത. മാസപ്പടി കേസിൽ വീണ വിജയനും CMRനും തിരിച്ചടി. ഇഡി അന്വേഷണത്തിനെതിരെ CMR നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിലെ ഇഡിയുടെ അന്വേഷണം തുടരാമെന്ന് ജസ്റ്റിസുമാരായ A. രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ിലെ ഇഡി അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMR നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. അന്വേഷണം നടത്തുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി വാദത്തിനിടെ CMRനോട് ചോദിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ, രേഖകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതിയല്ലോ, ക്ലീൻ ചിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ലല്ലോ എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. കള്ളപ്പണ ഇടപാട് തടയൽ നിയമത്തിലെ 5(2) വകുപ്പുകൾ അനുസരിച്ച് സിവിൽ നടപടികൾക്ക് വിലക്കില്ല. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും ഇഡിക്ക് നടത്താം. അതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ലെന്നുമാണ് ഹൈക്കോടതി വിധി. ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ CMR സുപ്രീം കോടതിയെ സമീപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. മാസപ്പടി കേസിൽ അന്വേഷണ പുരോഗതി പരിശോധിച്ച് ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ. അന്വേഷണം തൃപ്തികരമെന്നാണ് വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും പഴുതടച്ച അന്വേഷണം വേണമെന്നും ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാസപ്പടി കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി പച്ചക്കൊടി കാട്ടിയതിന് തൊട്ടു പിന്നാലെ ഉന്നതതല യോഗം പൂർത്തിയാക്കി അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചിയിൽ യോഗം ചേർന്നത്. കേസിലെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ചർച്ച ചെയ്ത അദ്ദേഹം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് നിർദ്ദേശം. നിലവിലെ മറ്റ് കേസുകളുടെ അന്വേഷണ പുരോഗതിയും യോഗത്തിൽ ചർച്ച ചെയ്തു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMR MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതാണ് നിർണായകമായിരിക്കുന്നത്. സ്വത്തുക്കൾ മരവിപ്പിക്കാനോ പ്രതികൾക്ക് സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനോ ECIR ആവശ്യമില്ലെന്നും അത് നിയമപരമായ രേഖയല്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും ഇഡിക്ക് കഴിയും. ഇതോടെ പ്രതികൾക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളുടെ പുനരധിവാസത്തിൽ സമവായമാകുന്നു. സമരസമിതിയുമായി സർക്കാർ നടത്തിയ ചർച്ച പൂർത്തിയായി. നിലവിലുള്ള വസ്തുവിൽ കുടുംബങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചു. ഈ ഭൂമിയിൽ സർക്കാർ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മന്ത്രി റോജി M. ജോൺ അറിയിച്ചു. സർക്കാർ നിർദ്ദേശം കൂടിയാലോചിച്ച് അറിയിക്കാമെന്ന് ഭൂവുടമയും സമരസമിതിയും അറിയിച്ചു. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് സമരസമിതിയും പ്രതികരിച്ചു. ചർച്ചയിൽ പുരോഗതിയുണ്ട്. ചില നിർദ്ദേശങ്ങൾ 2 ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. ഇപ്പോൾ നിലവിലെ അവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് നിലവിൽ താമസിക്കുന്ന സ്ഥലം വീടും തന്നെ അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ ആ വീടുകളിൽ തന്നെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ
നിലവിൽ കോടതി വിധി ലഭ്യമായിരിക്കുന്ന എതിർകക്ഷികൾ അവർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം സമീപത്ത് എവിടെയെങ്കിലും, അതായത് ഈ വില്ലേജിൽ തന്നെ സമീപത്ത് എവിടെയെങ്കിലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കാം എന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നും വന്നു. അങ്ങനെ രണ്ട് നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുമ്പിൽ സർക്കാർ ഒരാവശ്യം വെച്ചിട്ടുണ്ട്, ഒരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. അത് ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് തീർത്ത് ഇവർക്ക് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു ആവശ്യമാണ് ഗവൺമെൻറ് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അവിടെ ആ ലഭ്യമാകുന്ന സ്ഥലത്ത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അവിടെ വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഈ കുടുംബങ്ങൾക്ക്. അത് വീടും വഴിയുമൊക്കെ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ഏതായാലും വളരെ പോസിറ്റീവായിട്ട് സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്ത് ഇങ്ങനൊരു തീരുമാനം പറയുമ്പോൾ അത് നടക്കും. കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന 8 കുടുംബങ്ങളുടെ വികാരം നമുക്കൊന്ന് മാനിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം അവർ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആ ഭൂമിയിൽ അവർക്ക് അവിടെ കിടക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. ആ കാര്യം ഏകദേശം ഇപ്പോൾ സർക്കാർ തന്നെ ആ നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കാണുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായൊരു പ്രശ്നമായിരുന്നു എറണാകുളം മലയിടം തുരുത്ത് നിവാസികളുടെ പുനരധിവാസം. ഇന്ന് നടന്ന ചർച്ചയിൽ സമവായമായി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ധാരണ? സമരസമിതി അതിന് ഈ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കൊക്കെ തയ്യാറാണോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ചൊക്കെ അറിയാൻ കഴിയുന്നത്? സമവായത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും മുന്നോട്ട് വെച്ച നിർദ്ദേശം തന്നെയാണ്. അതായത് ഇപ്പോൾ അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടെ തന്നെ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ തന്നെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുക. ആദ്യം ഉണ്ടായിരുന്ന നിർദ്ദേശം അവർക്ക് ആ വീട് ഉൾപ്പെടെ നിൽക്കാവുന്ന തരത്തിൽ അത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള സ്ഥലം നൽകുക എന്നുള്ളതായിരുന്നു. അതിന് ഭൂവുടമ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിന് പകരമായ ഒരു സംവിധാനത്തിലേക്ക് അതിനുശേഷം പിന്നീട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ പറഞ്ഞത് ഇവർക്ക് പകരം സ്ഥലം സംവിധാനമെല്ലാം തന്നെ ഉറപ്പാക്കേണ്ടത് അംഗീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇന്ന് ചർച്ചയിൽ വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ, അതായത് ഈ പറയുന്ന തർക്കമുള്ള ഭൂമിയിൽ തന്നെ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലം നൽകും, അവിടെ സർക്കാർ ചിലവിൽ വീട് വെച്ച് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വെച്ചിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശമാണ് ഇനി അംഗീകരിക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ സമരസമിതി വ്യക്തമാക്കുന്ന കുടുംബങ്ങൾക്ക്, ഇതിൽ രാഷ്ട്രീയമില്ല, കുടുംബങ്ങൾക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ സമരസമിതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പോസിറ്റീവാണെന്ന് അവർ പറയുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ഭൂവുടമ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർ നേരത്തെ വ്യക്തമാക്കിയത് തങ്ങളുടെ ഭൂമിയാണ്. ഒരു ഘട്ടത്തിലും, അതായത് ഇത് ഹൈക്കോടതിയെ നിർദ്ദേശം വരുന്നു, അതിനുശേഷം പിന്നീട് അതിന്മേൽ മറ്റ് നിയമ നടപടിയിലേക്ക് പോകുന്നു. തുടർന്ന് ഭൂവുടമ സുപ്രീം കോടതിയിൽ പോയാണ് അനുകൂല നടപടി നേടിയെടുത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പല നേതൃത്വങ്ങളും ഈ ഭൂവുടമയുമായി നേരിട്ട് ചർച്ചയൊക്കെ നടത്തിയതാണ്. ആ സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ നിർദ്ദേശം ഏറെക്കുറെ സമരസമിതി അനുകൂലമായ തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഭൂവുടമയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം, അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഒരു സമവായത്തിൽ ഏതായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച ഉണ്ടാകാൻ 16-ാം തീയതിയാണ് ഹൈക്കോടതി ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സമയം അനുവദിച്ചുള്ളത്. അതിനു മുമ്പ് തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതൊരു സമവായത്തിന് സാധ്യതകൾ തുറന്നത് ഈ ഘട്ടത്തിൽ സർക്കാരിനും സമരസമിതിക്കും ജനങ്ങൾക്കുമെല്ലാം തന്നെ വലിയ ആശ്വാസമാണ്. അമ്പിളി, ശരി. കൊച്ചിയിൽ നിന്നും കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിനു ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയ പാർട്ടികൾ തമിഴ്നാടിന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്നില്ലെന്നും വിമർശനം. അണ്ണാമലയുടെ രാജി BJP നേതൃത്വം അംഗീകരിച്ചു. BJP തമിഴ്നാട് മുൻ അധ്യക്ഷനായ കെ അണ്ണാമലൈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ രാജി അംഗീകരിച്ചതിന് പിറകെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അണ്ണാമലൈ പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്ക് വേണ്ടിയാണ് പുതിയ നീക്കമെന്നും തമിഴ്നാട്ടിൽ മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വി ദ ലീഡർ എന്ന പേരിൽ വെബ്സൈറ്റ് തുറന്ന അണ്ണാമലൈ BJPയെ പൂർണ്ണമായും എതിർക്കില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ദേശീയ പാർട്ടികൾ തമിഴ്നാടിന് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്നില്ലെന്നും അണ്ണാമലൈ വിമർശിച്ചു. ஆனந்தமாக அன்போடு தமிழ்நாட்டில் ஒரு அரசியல் இயக்கத்தை நாம் துவங்க இருக்கின்றோம்.
இது அரசியல் இயக்கமா கட்சி இல்லையா அப்படின்னு நீங்கள் யாரும் கேட்கவே வேண்டாம். கண்டிப்பாக தமிழகத்தில் அடுத்து நடக்கக்கூடிய தமிழகத்தினுடைய பொது தேர்தலில் நம்முடைய கட்சி போட்டியிடும், அதில் எந்த மாற்று கருத்தும் இல்லை. அதற்கு நம்ம தயார் பண்ணணும், நிறைய லீடர்ஸை தயார் பண்ணணும், நிறைய கேடர்ஸை வாலண்டியர்ஸை தயார் பண்ணணும், உத்வேகத்தோடு தயார் பண்ணணும். அவங்களுக்கு அந்த ஸ்கில் செட்டை நம்ம உருவாக்கி கொடுக்கணும். அதற்கு கொஞ்சம் நேரம் ആകും. തുടക്കത്തിൽ സന്നദ്ധ സംഘടനയായി ആരംഭിച്ച് പ്രാദേശിക തലത്തിൽ നേതാക്കളെ വളർത്തിയെടുക്കാനും പിന്നീട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുമാണ് അണ്ണാമലയുടെ നീക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാട് തള്ളിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം AIADMKയുമായി സഖ്യം ചേർന്നതോടെയാണ് അണ്ണാമലൈ പാർട്ടിയിൽ നിന്നകന്നത്. മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, BL സന്തോഷ് എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് വടക്കൻ ജില്ലകളിലൊക്കെ. ഇന്നലെയാണ് കാലവർഷം ആരംഭിച്ചത്. ഇന്ന് തന്നെ മഴക്കെടുതികൾ അടക്കം വടക്കൻ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ഏകോപന നടപടികളൊക്കെ? തീർച്ചയായും അതിതീവ്ര മഴ തന്നെയാണ് ഈ വടക്കൻ ജില്ലകളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇന്ന് രാവിലെ വരെ അത് നീണ്ടു. ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ പോലെ അല്പസമയം മുമ്പ് വരെ ഈ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മലയോര മേഖലകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്നാണ് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. പല ഭാഗങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് അടക്കം ഈ ഇത്തരത്തിൽ ഷീറ്റുകളടക്കം പാറിപ്പോകുന്ന, കടകൾക്ക് മുകളിലുള്ള ഷീറ്റുകളടക്കം പാറിപ്പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ആർക്കും പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ബൈക്ക് യാത്രികൻ ഇത്തരത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ മരം മറിഞ്ഞു വീണ് അത്തരത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കോട്ടയത്ത് അതിരമ്പുഴയിൽ ഇന്നലെ രാത്രിയോടുകൂടി വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് വീട്ടിലുള്ള 4 പേർക്കും പരിക്കേറ്റി. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ അടക്കം പ്രവേശിപ്പിച്ച ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ തെക്കൻ മധ്യ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വടക്കൻ ജില്ലകളിലെയാണ് മഴ കൂടുതലായും ഉള്ളത്. ജില്ലയിലെ 5 ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ടാണ്. നാളെ 3 ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ഈ 3 ജില്ലാ കളക്ടർമാരും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ, വയനാട് ജില്ലയിൽ നാളെ റെഡ് അലേർട്ടാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പുത്തുമല, ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ നൽകിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക്, അതായത് നാളെയും മറ്റന്നാളുമായി അടച്ചിടാനും പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിലടക്കം അത്തരത്തിൽ അതിതീവ്ര മഴയാകും ലഭിക്കുക. മലവെള്ളപ്പാച്ചിലിനടക്കം സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കരമന, മണിമല നദികളിലും യെല്ലോ അലേർട്ടാണ് നിലവിൽ ഉള്ളത്. ഇടിമിന്നലിനും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള ഒരു സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിതീവ്ര മഴ തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്ക് അടക്കം ശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. ഏതായാലും ഈ ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയാത്ര പരമാവധി ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലേക്കടക്കം രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കണം. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പ്രവേശനം ഒഴിവാക്കണം, അല്ലെങ്കിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്ന വിവിധ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ, അതോറിറ്റി അധികൃതരടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇന്നും നാളെയുമായി വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. വടക്കൻ മേഖലകളിലാണ് ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഉള്ളത്. നിലവിൽ കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി.
സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. നാളെ 5 വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അനഘയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മഴയിൽ മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ, തൃശൂർ, ശ്രീനാരായണപുരത്താണ് അപകടം സംഭവിച്ചത്. കാരുമാത്ര സ്വദേശി ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ വാഗമരം മഴയിൽ കടപുഴകി വീഴുകയായിരുന്നു. മരത്തിനടിയിൽപ്പെട്ട മണികണ്ഠൻ തൽക്ഷണം മരിച്ചു. കാസർഗോഡും കനത്ത മഴയിൽ കാഞ്ഞങ്ങാട് ടൗണിൽ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു. കാഞ്ഞങ്ങാട് UBMC സ്കൂളിന്റെ ചുറ്റുമതിലാണ് റോഡിലേക്ക് തകർന്നു വീണത്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം. റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. സ്കൂളിന്റെ പുറകുവശത്താണ് മതിലിടിഞ്ഞത്. കോട്ടയത്തും അതിരമ്പുഴയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തിമല സ്വദേശി ബിനോയ് മാത്തുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു സംഭവം. ബിനോയുടെ ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ഇവർ കോട്ടയം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിനെതിരെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട വിധം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് മേയർ ചർച്ചയ്ക്ക് തയ്യാറായി. എന്നാൽ 1.5 മണിക്കൂറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിൽ കാത്തിരുന്നെങ്കിലും മേയർ എത്തിയില്ല. ഇതോടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. ഈ ജൂൺ മാസം 5-ാം തീയതി ആയിട്ടും ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കാനകളോ ഓടകളോ ഒന്നും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരു നടപടിക്രമങ്ങളും ഈ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ചെറിയൊരു മഴയ്ക്ക് പോലും വലിയ വെള്ളക്കെട്ടുകൾ, റോഡുകൾ ഉൾപ്പെടെ ബ്ലോക്കാവുന്ന രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഈ എറണാകുളം പട്ടണത്തിനകത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കൃത്യമായ ഇടപെടലുകൾ മൂലമാണ് ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വീണ്ടും പണ്ട് എങ്ങനെയായിരുന്നു എറണാകുളം പട്ടണം ചെറിയൊരു മഴയ്ക്ക് പോലും ഈ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് റോഡുകളിലെ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം വേണമെന്നും മുൻ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യം. കോടതി മേൽനോട്ടത്തിൽ SIT പുനരന്വേഷിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. കേസ് അട്ടിമറിക്കപ്പെട്ടെന്നാണ് ആരോപണം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വൃന്ദ ഗ്രോവർ മുഖേനയാണ് അതിജീവിത ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്തത്. മെമ്മറി കാർഡ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് അതിജീവിത. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെ മുനവെച്ച വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് വിനോദിനി. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും വിനോദിനി പറഞ്ഞു. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനോദിനി ബാലകൃഷ്ണന്റെ പ്രതികരണം. CPM പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുകയാണ് CPM മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കേരളത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ് ആ അംഗം. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സൗഖ്യം അന്വേഷിച്ചിട്ടില്ല. പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ നേതാവ് പിണറായി വിജയൻ ആണോ എന്ന് അഭിമുഖത്തിൽ ചോദ്യമുണ്ട്. അത് പിണറായി വിജയൻ അല്ലെന്ന് അവർ അതിന് മറുപടിയും നൽകി. പിണറായിയെ വിളിച്ചാൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്നും വിനോദിനി പറഞ്ഞു. അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും വിനോദിനി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതിരുന്നതിലും നേതൃത്വം വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിന് ശേഷം 4 തവണ സംസ്ഥാന നേതൃത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായില്ല. ഒടുവിൽ പിണറായി വിജയൻ നേരിട്ടിടപെട്ടിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചത്. TK ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടു സന്ദർശനം നടത്തിയ ഘട്ടത്തിലും പാർട്ടിയോടുള്ള നീരസം പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോടിയേരിയുടെ ഭാര്യ വിനോദിനിയുടെ ആരോപണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് EP ജയരാജൻ. താൻ ആരെയും അവഗണിക്കാറില്ല. ആരോപണത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും EP പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ ഒന്നും.
അല്ല, ആരെയും അവഗണിക്കേണ്ട കാര്യം ഞങ്ങൾക്ക്. ഞാൻ ആരെയും അവഗണിക്കാറില്ല. അവരോട് ചോദിച്ചു നോക്ക്. ഞാനെന്ത് പറയാനാ? രാഷ്ട്രീയം ചോദിക്കും രാവിലെ തന്നെ. കോടിയേരിയുടെ കുടുംബത്തിന്റെ ആരോപണം തനിക്കറിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല, പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കും. കോടിയേരിയുടെ കുടുംബം CPM-ന്റെ ഭാഗമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. എനിക്കറിയില്ല, അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. വിഷയം വന്നെങ്കിലേ അത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പോരായ്മ ആരുടെയും ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. കോടിയേരിയുടെ കുടുംബം CPM-ന്റെ ഭാഗമാണല്ലോ. ആ കുടുംബം CPM-ന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും അവർ CPM-ന്റെ ഭാഗമായി തന്നെ തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. നീറ്റ് CBSE ക്രമക്കേടിനെതിരെ സംസ്ഥാന വ്യാപക സമരത്തിനൊരുങ്ങി SFI. യൂണിറ്റ് സ്ഥലം മുതൽ സമരം ആരംഭിക്കും. എറണാകുളത്ത് മഹാറാലി സംഘടിപ്പിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിന്റെ ഏജൻസിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കണം. കണ്ണൂർ സർവകലാശാല ഒഴിവാക്കിയ ഏജൻസിയാണ് നീറ്റ് പരീക്ഷ നടത്തിയതെന്ന് സഞ്ജീവ് കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പോൾ CBSE വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ ഇവരുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവർ ഇത്തവണ CBSE കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് OSM. ഓൺലൈനിലൂടെ മാർക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വിധം, പേപ്പർ ഇല്ലാതെ പേപ്പറിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ പറയാം. പക്ഷേ ഈ OSM നടപ്പിലാക്കാൻ CBSE ഏൽപ്പിച്ച കമ്പനി എന്ന് പറയുന്നത് കോംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. 308 കോടി രൂപയാണ് ഈ പരീക്ഷാ നടത്തിപ്പിൻ്റെ ഓൺലൈൻ വാല്യുവേഷന് വേണ്ടി ഈ ഓൺലൈൻ വാല്യുവേഷൻ നടത്തി പൂർത്തീകരിച്ച് റിസൾട്ട് കൊടുക്കാൻ CBSE കരാർ അടിസ്ഥാനത്തിൽ ഇവർക്ക് കൊടുത്തത്. ആ കരാർ ഇവർക്ക് കിട്ടുന്നത് TCS എന്ന കമ്പനിയോട് മത്സരിച്ചാണ്. അപ്പോൾ ബിഡിങ്ങിൽ TCS-നെ പരാജയപ്പെടുത്തിയാണ് കോംപ്റ്റ് എന്ന കമ്പനി ഇത് നേടിയെടുത്തത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കോംപ്റ്റ് എന്ന കമ്പനി കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയിൽ സമാനമായി ഓൺലൈൻ പരീക്ഷ നടത്താം, ഞങ്ങൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ടെൻഡർ കൊടുത്തപ്പോൾ കണ്ണൂർ സർവകലാശാല ഇവർക്കതിന് കഴിയില്ല എന്ന് കണ്ടെത്തി തള്ളിയതാണ്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കമ്പനി ഫ്രോഡുലൻ്റായി ഒട്ടനവധി സർവകലാശാലകൾക്ക് സമാനമായി സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആന്ധ്രാപ്രദേശിൽ ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസുള്ള കമ്പനിയാണ്. പെൻഷൻ പ്രായം ഉയർത്തിയാൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. തീരുമാനം നടപ്പാക്കാനാണ് ഉദ്ദേശമെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് സഞ്ജീവ് കൊച്ചിയിൽ പറഞ്ഞു. MG സർവകലാശാലയിലേക്ക് ഉൾപ്പെടെ സംഘപരിവാറുകാരുടെ ഘോഷയാത്രയാണെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയുന്നുണ്ടോ എന്നും സഞ്ജീവ് ചോദിച്ചു. ഇപ്പോൾ നിയമന നിരോധനം അപ്രഖ്യാപിതമായി നടത്താനാണ് UDF സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ച് അവർക്ക് തൊഴിൽ സാധ്യതകൾ സർക്കാർ മേഖലയിൽ, ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതുവരെ 3.5 ലക്ഷത്തോളം തൊഴിലാണ് PSC നൽകിയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അപ്പോൾ അത് അങ്ങ് പൂട്ടിക്കളയാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായി ചെറുക്കൂ, അനുവദിക്കില്ല. അതിനെതിരെ യൂണിറ്റുകളിലും ഏരിയ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് ചെയ്യേണ്ടതായി വരും. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക്, യുവജന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിലേക്ക് UDF സർക്കാർ കടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ കുടയ്ക്ക് മുകളിലേക്ക് മൂർഖൻ പാമ്പ് വീണു. രാവിലെ 9:30-ഓടെയാണ് സംഭവം. ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി കോളേജിലെ വിദ്യാർത്ഥികളുടെ കുടയുടെ മുകളിലേക്കാണ് പാമ്പ് വീണത്. കോളേജ് ക്യാമ്പസിനുള്ളിലായിരുന്നു സംഭവം. മരത്തിൽ നിന്നും വീണതാകാമെന്നാണ് കരുതുന്നത്. സ്നേക്ക് റെസ്ക്യൂവർ ഷിനോ കുറ്റിശ്ശേരിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി.
കോഴിക്കോട് MDMAയുമായി യുവാവ് പിടിയിൽ. വെസ്റ്റ് ഹിൽ സ്വദേശി നിസാമുദ്ദീനാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ കയ്യിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 8.820 ഗ്രാം MDMA പോലീസ് കണ്ടെടുക്കുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രത്തിൽ വൃക്ഷത്തൈകളും പൂച്ചെടികളും വെച്ചുപിടിപ്പിച്ചു. ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ പ്രതിനിധിയും 3ാം സ്ഥാനിയുമായ PC ഏട്ടനുണ്ണി രാജ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ, മലബാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ R വേണുഗോപാലൻ എന്നിവരും ഭക്തരും ജീവനക്കാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. കാഫീർ സ്ക്രീൻഷോട്ട് പുനരന്വേഷണത്തിൽ ഇരുട്ടിൽ തപ്പി SIT. കേസിൽ SITയുടെ ആദ്യ യോഗം വടകരയിൽ ചേർന്നതിന് പിന്നാലെ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്നായിരുന്നു റൂറൽ SP T ഫറാഷ് വ്യക്തമാക്കിയത്. അതേസമയം SIT അംഗങ്ങളിൽ ഇടത് സഹയാത്രികരാണ് കൂടുതലെന്നും ഇവരെ മാറ്റണമെന്നും UDF ആവശ്യപ്പെടുന്നുണ്ട്. 2 വർഷമായിട്ടും പ്രതികളിലേക്ക് എത്താൻ കഴിയാതെ പോയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SITയും തെളിവില്ലാതെ ഇരുട്ടിൽ തപ്പുകയെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. SIT രൂപീകരണത്തിന് പിന്നാലെ വടകര റൂറൽ SP ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ആദ്യ യോഗം ചേർന്നത്. കേസിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്നായിരുന്നു യോഗത്തിനു ശേഷം റൂറൽ SP പ്രതികരിച്ചത്. കേസിൽ ആദ്യ പ്രതിയായ MSF പ്രവർത്തകൻ CK കാസിമിന്റെയും DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് SIT ഒരുങ്ങുന്നത്. ഇതിനിടെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതിന്റെ പൂർണ്ണമായ ഫലം ലഭിച്ചിട്ടില്ല എന്നതും SITയെ കുഴക്കുന്നുണ്ട്. അതേസമയം SIT അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഇടതു സഹയാത്രികരാണ് തുടരുന്നതെന്നും അന്വേഷണം CPMലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കുമെന്നും UDF പരാതി ഉയർത്തുന്നുണ്ട്. അന്വേഷണ സംഘത്തിലുള്ള വടകര CI ദിനേശ് AV, സുധീഷ് വള്ളയാട്ട് അടക്കമുള്ളവർ ഇടത് സഹയാത്രികരാണെന്നും കോഴിക്കോട് റൂറൽ SP CPM സഹയാത്രികരെ കുത്തിനിറച്ചെന്ന് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിലും വിമർശിച്ചിരുന്നു. ഇതിനിടെ SITയിലെ റൂറൽ SP ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റാൻ നീക്കം നടക്കുന്നതായും സൂചനയുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരത്ത് റോഡിന്റെ പകുതിയോളം കയ്യേറി പന്തൽ കെട്ടി പരിസ്ഥിതി ദിനാഘോഷം. പുനർജനി എന്ന സംഘടനയാണ് തകരപ്പറമ്പിൽ പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി, മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പരിപാടിയുടെ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പരിപാടിയുമായി നഗരസഭയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആമേഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പിനോടനുബന്ധിച്ചാണ് പരിപാടി. വേദി ഒരുക്കിയത് റോഡിന്റെ പകുതിയും കയ്യേറി ഗതാഗതം തടസ്സപ്പെടുത്തി. പോലീസാണ് സ്റ്റേജ് പണിയാൻ അനുവാദം തന്നതെന്ന് സംഘാടകർ പറഞ്ഞു. എന്നാൽ അങ്ങനെ അനുവാദം നൽകിയിട്ടില്ലെന്ന് പോലീസും വ്യക്തമാക്കുന്നു. പരിപാടിയുടെ ഫ്ലെക്സുകളിലും പ്രചാരണ സാമഗ്രികളിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേരും മേയർ VV രാജേഷിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. പരിപാടിയുമായി കോർപ്പറേഷന് യാതൊരു ബന്ധവുമില്ലെന്ന് മേയർ പ്രതികരിച്ചു. കോർപ്പറേഷൻ അത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ച് നോക്കുക. ഞങ്ങളൊരു പരിപാടി തീരുമാനിച്ചെങ്കിൽ ഞങ്ങളുടെ ഒരു ഘടകത്തിൽ ചർച്ച ചെയ്യണം, മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം, കോർപ്പറേഷൻ അതിന് ഫണ്ട് അനുവദിക്കണം, കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചുമതലപ്പെടുത്തണം. അതൊക്കെ രേഖകളിലുണ്ടാകും. ഇത്തരത്തിൽ ഒരു രേഖകളുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി ചർച്ച ചെയ്തിട്ടില്ല. കോർപ്പറേഷന്റെ പേരും ഔദ്യോഗിക ചിഹ്നവും ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയാൽ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും VV രാജേഷ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലവിളക്ക് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് സമസ്ത. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിലവിളക്ക് കൊളുത്തിയതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ MLA ഫാത്തിമ തഹ്ലിയ മണ്ഡലത്തിലെ ഒരു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തിയത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണമെന്ന കർശന നിർദ്ദേശവുമായി സമസ്ത മുഖപത്രത്തിലൂടെ രംഗത്തെത്തിയത്. നിലവിളക്ക് വിവാദത്തിൽ മുസ്ലിം ലീഗിന് തിരുത്തുമായി എത്തിയിരിക്കുകയാണ് സമസ്ത. പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതും ഇതര മതസ്ഥർ അവരുടെ മതാചാരമായി നിർവഹിച്ചു വരുന്നതുമായ ചടങ്ങുകളും ആചാരങ്ങളും മുസ്ലിങ്ങൾ വർജിക്കണമെന്നാണ് സമസ്തയുടെ നിർദ്ദേശം. കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ യോഗം ചേർന്നാണ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. പേരാമ്പ്രയിലെ റെസ്റ്റോറന്റ് നിലവിളക്ക് കൊളുത്തി MLA ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തത് വിവാദമായിരുന്നു. ഫാത്തിമ തഹ്ലിയയെ വിമർശിച്ച ഇസ്ലാമിക പണ്ഡിതൻ ഹുസൈൻ സലഫിയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫും രംഗത്തെത്തിയിരുന്നു.
ഒരു മുസ്ലിം ഇത്തരത്തിൽ അനിസ്ലാമിക ആചാരങ്ങൾ ചെയ്താൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാരണമാകുമെന്നും അത്തരം പ്രവൃത്തി കുറ്റകരവും നിഷിദ്ധവുമാണെന്നാണ് സമസ്ത ഇറക്കിയ കുറിപ്പിൽ പറയുന്നത്. അതേസമയം ഒരാൾ വെളിച്ചം മാത്രം ഉദ്ദേശിച്ച് മറ്റ് വിളക്കുകളെപ്പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയമാണെന്നും സമസ്ത വ്യക്തമാക്കുന്നുണ്ട്. പ്രവേശനോത്സവ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിലവിളക്ക് കൊളുത്തുന്നതിൽ നിന്നും വിട്ടുനിന്നതും വിവാദമായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും നിലവിളക്ക് വിവാദമുണ്ടായപ്പോൾ ആരാധനയുടെ ഭാഗമല്ലാത്ത ചടങ്ങുകളിലും സാംസ്കാരിക ചടങ്ങുകളിലും നിലവിളക്ക് കൊളുത്തുന്നതിൽ തെറ്റില്ലെന്ന നിലപാടാണ് അന്ന് MK മുനീർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. ഏതായാലും പുതിയ നിലവിളക്ക് വിവാദത്തിൽ ലീഗ് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി വീടും കൃഷിയിടവും ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് കോന്നി കുളത്തുമണ്ണിലെ കർഷകർ. കാട്ടാനകളുടെ ശല്യം രൂക്ഷമായതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൈതകൃഷി കർഷകർ തന്നെ നശിപ്പിച്ചു. വനം വകുപ്പിന്റെ ഫെൻസിംഗ് നിർമ്മാണം കുഴിയിൽ ഒതുങ്ങിയതോടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധം അടക്കമുള്ള സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ കൃഷിയെല്ലാം കാട്ടാനക്കൂട്ടം നിമിഷ നേരം കൊണ്ട് ചവിട്ടിമെതിക്കുന്നു. തെങ്ങും റബ്ബറും മാവും പ്ലാവും ഒക്കെ ആനകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ആനകളെ പേടിച്ച് അവയെ ആകർഷിക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലത്തെ കൈതകൃഷി പോലും മരുന്നടിച്ച് കർഷകർ സ്വയം നശിപ്പിച്ചു. എന്നിട്ടും ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിന് ഒരു കുറവുമില്ല. ആ പൈനാപ്പിൾ കൊടുത്തിട്ട് അതിനകത്ത് 2000 മൂട് റബ്ബർ വെച്ചതാണ്. ഒരു മരവും ഇല്ല, മുഴുവൻ ആന നശിപ്പിച്ചു. കൈത മുഴുവൻ ഞങ്ങൾ അടിച്ച് കളനാശടിച്ച് കരിച്ചു കളഞ്ഞു. അപ്പം ജനവാസ മേഖലയിലേക്ക് ആനയായി. ആന മാത്രമല്ല, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി, കുരങ്ങ്, ഒറ്റ തേങ്ങയില്ല, വെള്ളക്കയില്ല, ഒന്നുമില്ല, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കർഷകരെല്ലാം മടുത്തു. ഇവിടുന്ന് ഇപ്പോൾ ഈ കുളത്തുമുണ്ട കിഴക്ക് ഭാഗത്ത് 20-ൽ പരം വീടുകൾ ഇവിടെ വിട്ടുപേക്ഷിച്ചു പോയി. ഞങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് നാട്ടുമ്പുറത്തേക്ക് പോവുകയാണ്. ജനവാസ മേഖലയിൽ കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തും കാട്ടുപന്നിയും കൂടിയായതോടെ പ്രദേശവാസികളുടെ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ജീവനും സ്വത്തിനും ഭീഷണിയായതോടെ പല കുടുംബങ്ങളും ഇതിനകം തന്നെ വീടും കൃഷിയിടവും ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ബാക്കിയുള്ളവരും ഇതേ വഴി തേടേണ്ട അവസ്ഥയിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ട വനം വകുപ്പാകട്ടെ തികഞ്ഞ ഉദാസീനതയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വനാതിർത്തിയോട് ചേർന്ന് 6 കിലോമീറ്ററോളം ദൂരം സൗരോർജ്ജ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തൂണുകൾ നാട്ടാൻ കുഴിയെടുത്തതല്ലാതെ മറ്റ് യാതൊരു നടപടിയും പിന്നീടുണ്ടായിട്ടില്ല. നേരത്തെ അല്ലാതെ ഫെൻസിങ് ഇട്ടായിരുന്നു ഒരു 4-5 വർഷം മുമ്പേ. അത് 1 മാസം പോലും ഓടിയില്ല. ഇവിടെ ഈ ആനശല്യത്തിൻ്റെ നാട്ടുകാരുടെ ജനകീയ സമരങ്ങൾ കൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ് ഇടാമെന്ന് വാക്ക് തന്നിട്ട് അതുകൊണ്ട് പാതി വഴിയിൽ കുഴിയെടുത്തിട്ട് അല്ലാതെ യാതൊരു രീതിയിലുള്ള ആൾക്കാരെല്ലാം വിട്ടുപോയി. അവരോട് ചോദിക്കുന്നുണ്ട്, പറയുന്നത് മെറ്റീരിയൽ വന്ന് പറഞ്ഞാൽ പോകുന്നത്. വീണ്ടും വനമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർഷകരോട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി. ആ ഫെൻസിങ് ഭൂമിരുതിക്കുഴി ജംഗ്ഷനിൽ നിന്ന്, കുളത്തുമണ്ണിൽ നിന്ന് ഭൂമിരുതിക്കുഴിക്ക് 5 കിലോമീറ്റർ ദൂരം വഴിയുണ്ട്. അതിടാതെ ഭൂമിരുതിക്കുഴി നിന്ന് ആരിസൻ്റെ എസ്റ്റേറ്റിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. തുണ്ട് വനമായിട്ടിടുന്നത്. അവിടെ ഇട്ടാൽ ഒരു ജീവികളും ഇങ്ങോട്ട് കയറത്തില്ല. അത് ഉപേക്ഷിച്ചിട്ടാണ് ഈ 5 കിലോമീറ്റർ വേണ്ടി പോകുന്നത്. അധികാരികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആലോചിക്കട്ടെ, നോക്കാമെന്നല്ല, അതിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇനി അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിഫോഴ്സ് വിരോധിക്കാനും പിന്നെ പോയിരിക്കാൻ പോകാം. അവർ കൊല്ലുവോ തിന്നുവോ എന്ന് ജീവിക്കാൻ മടുത്തു. വനംവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അധികൃതർ ഇനിയെങ്കിലും കർഷകരുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതടക്കമുള്ള ശക്തമായ സമരങ്ങളിലേക്ക് ഇറങ്ങാനാണ് കുളത്തുമണ്ണിലെ ജനങ്ങളുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.